ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് റെനോയുടെ കോട്ടയത്തുള്ള ഷോറൂമിലാണ്. നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് കൈഗറിൻ്റെ ഒരു റിവ്യൂ ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം കൈഗറിൻ്റെ ബേസ് മോഡലിൻ്റെ പ്രൈസ് ചെയ്യാമെന്ന് പറയാം. 5,90,900 രൂപയാണ് കൈഗറിൻ്റെ ബേസ് മോഡലിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. എക്സ്ഷോറൂം പ്രൈസ് ആണ് ഞാൻ പറയുന്നത്. ഓൺ റോഡ് നമുക്ക് ഏകദേശം ഒരു 7,30,000 രൂപ തൊട്ട് നമുക്ക് കൈഗർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഇനി ഇതിൻ്റെ ഫീച്ചേഴ്സൊക്കെ ഒന്ന് നോക്കാം. കൈഗറിൻ്റെ ഫ്രണ്ട് ഭാഗത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മൾ എടുത്ത് പറയേണ്ട ഒരു കാര്യം, ഒരു മസ്കുലർ ആയിട്ടുള്ളൊരു ഫ്രണ്ട് ഡിസൈൻ ഉള്ളൊരു വാഹനമാണ് കൈഗർ എന്ന് പറയാനുള്ളത്. ഇതിൻ്റെ ഫ്രണ്ടിലെ ഈ ഒരു പോർഷനൊക്കെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഈ ഹുഡിൻ്റെ മേളിലെല്ലാം ഒരുപാട് ക്യാരക്ടർ ലൈൻസ്, നമ്മൾ ഈ മസിൽ കാസിലൊക്കെ കാണുന്ന രീതിയിൽ വലിയ വലിയ ക്യാരക്ടർ ലൈൻസ് നമുക്ക് കാണാനായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഒരു പോർഷനിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ ഈ ഗ്രില്ലിൻ്റെ സെൻട്രലായിട്ട് വലിയൊരു റെനോയുടെ ലോഗോ സെൻട്രലായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇത് പേഴ്സണലി ഓരോരുത്തർക്ക് ഇഷ്ടപ്പെടാം, ചില ആളുകൾക്ക് ഇഷ്ടപ്പെടാതിരിക്കാം. അത് ഓരോരുത്തരുടെ പേഴ്സണൽ ആയിട്ടുള്ളൊരു ഇഷ്ടമാണ്. എന്നെ സംബന്ധിച്ച് ഇത്രയും മസ്കുലർ ആയിട്ടുള്ളൊരു വാഹനത്തിനകത്ത് ഇത് വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇവിടെയൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു ക്രോം എലമെൻറ്റ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ബേസ് മോഡൽസിലേക്ക് പോകുമ്പോൾ അത് ചിലപ്പോൾ ഉണ്ടാവുന്നില്ല, പക്ഷേ ഈ ഒരു വാഹനത്തിനകത്ത് അത് കിട്ടുന്നുണ്ട്. പിന്നെ താഴേക്ക് വരികയാണെങ്കിൽ ഈ ഒരു സ്ക്വയർ ഷേപ്പ്, ഈ ഒരു എലമെൻറ്റ് കാണുമ്പോൾ നമുക്ക് ചിലപ്പോൾ ലംബോർഗിനിയുടെ ഉറൂസും ഒക്കെ ആയിട്ടൊരു സാമ്യമൊക്കെ തോന്നിയെന്ന് വരും. ഉറൂസിനകത്തു നിന്നൊക്കെ ഇൻസ്പയർഡ് ആയിട്ടുണ്ട് എന്ന് തോന്നുന്ന രീതിയിലുള്ള ആ ഒരു ഹെഡ് ലാമ്പ് യൂണിറ്റാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ആ ക്യൂബുകളായിട്ടുള്ള ഒരു ഹെഡ് ലാമ്പ് യൂണിറ്റ് കാണാം. പിന്നെ DRLs ഈ ഒരു പോർഷനിലായിട്ട് കൊടുത്തിട്ടുണ്ട്. സ്പ്ലിറ്റഡ് ഹെഡ് ലാമ്പ്സ് ആണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ബേസ് മോഡലൊക്കെ എടുക്കുമ്പോൾ ചില വാഹനങ്ങളിൽ ലൈറ്റും ഫോഗ് ലാമ്പും വേറെ വേറെ ഇരിക്കില്ലേ. അപ്പോൾ ഫോഗ് ലാമ്പ് ഇല്ലാത്ത വേരിയൻ്റ് എടുക്കുമ്പോൾ ആ ഒരു സ്പേസ് ഫ്രീ ആയിട്ട് കിടക്കും. പക്ഷേ ഇതിനകത്തേക്ക് വരുമ്പോൾ ആ ഒരു പ്രോബ്ലം ഇല്ല. കാരണം ബേസ് മോഡൽസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പോർഷനിൽ ഒരു സിംഗിൾ ലൈറ്റ് ആയിട്ട് വരുന്നതുകൊണ്ട് ഫോഗ് ലാമ്പ് ഇല്ല, അങ്ങനെ ഫ്രീ ആയിട്ട് കിടക്കുന്ന ഒരു പ്രശ്നം നമുക്ക് വരുന്നില്ല. അതൊരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ ബമ്പറിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ ഇവിടെയെല്ലാം ഒരുപാട് കട്ടിങ്സും ആ ഒരു ബ്ലാക്ക് ക്ലാഡിങ്ങും ഇതെല്ലാം കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ നല്ലൊരു റോഡ് പ്രസൻസ് ഒക്കെ കിട്ടുന്ന കാര്യത്തിന് ടൈഗറിനെ അത് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എല്ലാ ഭാഗത്തും ഒരുപാട് ആ ഒരു മസിൽ ലുക്ക് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഏറ്റവും താഴേക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ബ്ലാക്ക് ക്ലാഡിങ് ഇങ്ങനെ പോകുന്നുണ്ട്. സ്കിപ്പ് ലൈറ്റ് കാര്യങ്ങളോ ഒന്നും ഈ ഒരു വാഹനത്തിനകത്ത് കൊടുത്തിട്ടില്ല. എങ്കിൽ പോലും അതിൻ്റെ ആവശ്യമില്ല, കാരണം ഈ ഒരു വാഹനത്തിൻ്റെ ലുക്ക് വെച്ചിട്ട് അതിൻ്റെ യാതൊരു ആവശ്യമില്ല. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഫ്രണ്ട് പോർഷൻ കമ്പനി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ബാക്ക് സൈഡ് നോക്കാം. ബാക്ക് സൈഡ് നമ്മൾ പറയുമ്പം എടുത്തു പറയേണ്ട ഒരു കാര്യം, ഫ്രണ്ടാണോ ബാക്കാണോ നമുക്ക് കൂടുതൽ ഇഷ്ടപ്പെടുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അത് പറയാൻ പറ്റില്ല. കാരണം ബാക്കാണോ നല്ലതെന്ന് ചോദിച്ചാൽ അതെ ബാക്കാണ് നല്ലത്, ഫ്രണ്ടാണോ നല്ലതെന്ന് ചോദിച്ചാൽ ഫ്രണ്ടാണ് നല്ലത്. അത്രയും ബാലൻസ്ഡ് ആയിട്ടാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ട് പോർഷനും ബാക്കും കമ്പനി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എനിക്ക് ബാക്ക് സൈഡിൽ ഈ ഒരു ഡിസൈൻ മൊത്തത്തിൽ ഒരുപാട് ഇഷ്ടപ്പെട്ടു. വളരെ ചുരുക്കം ചില വാഹനങ്ങളുടെ മാത്രമേ ബാക്ക് സൈഡ് ഇത്രയധികം ഇഷ്ടപ്പെടുകയുള്ളൂ. ആ രീതിയിലുള്ള ബാക്ക് സൈഡ് എനിക്ക് റെനോ കൈഗറിനകത്ത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ നമ്മൾ ഓരോ പോർഷനും എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ബാക്ക് സൈഡിൽ ഷാർക്ക് ഫിൻ ആൻറ്റിന കാണാം. സ്പോയിലേഴ്സ് ഉണ്ട്. സ്പോയിലേഴ്സിൽ സ്പ്ലിറ്റഡ് ആയിട്ടുള്ള സ്പോയിലേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പിൻ്റെ ഈ ഒരു പോർഷനിൽ അവർ കട്ട് ചെയ്ത് അവിടെ സ്പോയിലേഴ്സിൻ്റെ ആ ഒരു പോർഷൻ ഒഴിവാക്കിയിട്ടുണ്ട്. അതെല്ലാം ഭംഗിയായിട്ട് തന്നെ ഉണ്ട്. താഴേക്ക് വരുമ്പോൾ നമുക്ക് ഡിഫോഗർ ലൈൻസും റിയർ വൈഫേഴ്സും കൊടുത്തിട്ടുണ്ട്. പിന്നെ ടെയിൽ ലാമ്പ് യൂണിറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു LED ടെയിൽ ലാമ്പ് യൂണിറ്റാണ്. ഒരു C ഷേപ്പിൽ വരുന്ന ഒരു LED ടെയിൽ ലാമ്പ് യൂണിറ്റാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ റിവേഴ്സ് ലൈറ്റും ഇൻഡിക്കേറ്റേഴ്സും കൊടുത്തിരിക്കുന്നത് ഹാലജൻ ലൈറ്റ്സിലാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് റെനോൾട്ട് എന്ന് പറയുന്ന ആ ഒരു ബാഡ്ജിങ് നമുക്ക് ഈ ഒരു പോർഷനിലായിട്ട് കാണാം. അതെല്ലാം ആ കൊടുത്തിരിക്കുന്ന ആ ഒരു പോർഷനിലെല്ലാം ആ ക്യാരക്ടർ ലൈൻസ് ഇങ്ങനെ ആ ലൈറ്റിനോട് ചേർന്ന് നിൽക്കുന്ന അതെല്ലാം വളരെ ഭംഗിയായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ സെൻറ്ററിലായിട്ട് ആ ഒരു റെനോയുടെ ബാഡ്ജിങ് നമുക്ക് കാണാം. കൈഗർ എന്ന് പറയുന്ന ബാഡ്ജിങ് അതിൻ്റെ താഴെയായിട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ക്യാമറ ആ റെനോയുടെ ബാഡ്ജിങ്ങിൻ്റെ അകത്ത് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഒളിപ്പിച്ചല്ല അത് വെച്ചിരിക്കുന്നത്, പക്ഷേ നമ്മളത് ശ്രദ്ധിക്കത്തില്ല പെട്ടെന്ന് നോക്കി കഴിയുമ്പോൾ. ആ രീതിയിൽ അതും കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴേക്ക് വരുമ്പം നമുക്ക് റിഫ്ലക്റ്റേഴ്സ് കാണാം ബമ്പറിൻ്റെ ഈ ഒരു പോർഷനിലായിട്ട്. അതിൻ്റെ താഴെയായിട്ട് ഒരു സ്കിഡ് പ്ലേറ്റും കാണാം. ഒരു ബ്രഷ്ഡ് അലുമിനിയം കളറിലാണ് ആ ഒരു സ്കിഡ് പ്ലേറ്റിൻ്റെ കളേഴ്സ് കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത്. മൊത്തത്തിൽ അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് വളരെ നീറ്റായിട്ടാണ്. പിന്നെ ബമ്പറിൻ്റെ ഈ ഒരു പോർഷനിലായിട്ട് നമുക്ക് റിവേഴ്സ് സെൻസേഴ്സും കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ ബാക്ക് സൈഡ് നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഒട്ടും ഒരു കുറവോ കാര്യങ്ങളോ ഒന്നും പറയാനില്ല. അത്രയും നീറ്റായിട്ട് തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നല്ല മസ്കുലാർ ലുക്കൊക്കെ നമുക്ക് വണ്ടിക്ക് കിട്ടുന്നുണ്ട്. ഫ്രണ്ടിന് അതേപോലെ ചേരുന്ന ഒരു ബാക്ക് സൈഡ് എന്ന് പറയാം. ഇനി നമുക്ക് സൈഡ് പോർഷൻ നോക്കാം. സൈഡ് പോർഷനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം തന്നെ ഞാൻ പറഞ്ഞ ഈ റൂഫ് റെയിലിനെ കുറിച്ചായിരിക്കും. വേറൊന്നുമല്ല, ആ റൂഫ് റെയിൽ അത്രയധികം എടുത്ത് നമുക്ക് ആ ഒരു വാഹനത്തിനകത്ത് കാണാൻ പറ്റുന്നുണ്ട്. 50 kg വെയിറ്റ് വരെ സപ്പോർട്ട് ചെയ്യുന്ന ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു ഫങ്ഷണൽ ആയിട്ടുള്ള റൂഫ് റെയിലാണ് ഈ ഒരു വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു കാര്യമാണ്. പിന്നെ നമുക്ക് നോക്കാം ഡ്യുവൽ ടോൺ കളർ, അതും കാണാനായിട്ട് അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ചില വാഹനങ്ങളിൽ മാത്രമാണ് ഈ ഒരു ബ്ലാക്ക് കളറിൽ ഈ ഒരു ഹാൻഡിൽസ് എല്ലാം കൊടുക്കുമ്പോൾ വൃത്തികേടില്ലാതെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. ആക്ച്വലി ഇതിനകത്ത് ആ ഒരു റെഡ് ബ്ലാക്ക് ആ ഒരു കോമ്പിനേഷൻ വളരെ അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെയായിട്ടൊരു ക്ലാഡിങ് ഇങ്ങനെ വന്നിട്ടുണ്ട്. ബ്ലാക്ക് ക്ലാഡിങ് നമുക്ക് കാണാം.
ഡോർസിലേക്കൊന്നും കയറി വന്നിട്ടില്ല. സാധാരണ SUV വാഹനങ്ങളിൽ അവർ ഈ ഡോറിൻ്റെ ഈ ഒരു പോർഷനിലേക്കും കൂടെ കുറച്ച് ആ ഒരു ക്ലാഡിങ് കൊടുക്കുന്നതാണ്. പക്ഷേ ഇതിനകത്ത് കൊടുത്തിട്ടില്ല. അതിന് പകരം ഒരു സ്റ്റിക്കറാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ടർബോ വേരിയൻറ്റിലേക്ക് പോവുകയാണെങ്കിൽ ഈ ഒരു പോർഷനിൽ ടർബോ എന്ന് എഴുതിയിട്ടുണ്ടാവും. ടർബോ അല്ലാത്ത വേരിയൻറ്റിനകത്ത് ഇവിടെ ഇങ്ങനെ പ്ലെയിൻ ആയിട്ടായിരിക്കും കൊടുത്തിരിക്കുക. ആ രീതിയിലാണ് വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് ടയേഴ്സ് നോക്കാം. 16 ഇഞ്ച് ടയേഴ്സ് ബേസിക് മോഡൽ തൊട്ട് കൊടുക്കുന്നുണ്ട്. അതും അടിപൊളിയാണ്. പിന്നെ ഡയമണ്ട് കട്ട് അലോയ് വീൽസ്. അലോയ് വീലിൻ്റെ ഡിസൈൻ ആണെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം നീറ്റായിട്ടുള്ള അലോയ് വീൽസ് തന്നെയാണ് ഈ വാഹനത്തിനകത്ത് കിട്ടുന്നത്. പിന്നെ മിറേഴ്സൊക്കെ ബ്ലാക്ക് കളറിലാണ് കൊടുത്തിരിക്കുന്നത്. പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. അതെല്ലാം ഭംഗിയായിട്ടുണ്ട്. പിന്നെ ഇൻഡിക്കേറ്റേഴ്സ് ഈ ഒരു പോർഷനിലായിട്ട് മിറേഴ്സിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. സെൻറ്ററിലായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒരു ബാഡ്ജിങ് കാണാം. RX വിസെൻ്റ് എന്ന് പറയുന്ന ആ വേരിയൻറ്റിൻ്റെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു എലമെൻറ്റും കൊടുത്തിട്ടുണ്ട്. അതും ആ ഒരു സ്പോർട്ടി ഫീൽ കിട്ടാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി നോക്കാം. അതിന് മുന്നായിട്ട് പറയാം, ഈ ഒരു വാഹനത്തിനകത്ത് നമുക്ക് റിക്വസ്റ്റ് സെൻസർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഞെക്കാനോ പിടിക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. ഞാൻ നിങ്ങളെ കീ കാണിച്ചു തരാം. ഇതാണ് ടൈഗറിൻ്റെ കീ വരുന്നത്. ഇവിടെ സെൻട്രലായിട്ട് റെനോൾഡ് ഒരു ലോഗോ കാണാം. ബാക്കിലായിട്ട് ലോക്ക് അൺലോക്ക് ബൂട്ട് സ്പേസ് അതേപോലെ ലൈറ്റിൻ്റെ ആ ഒരു സ്വിച്ചസ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. കീ പേഴ്സണലി എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കാരണം സ്ലിമ്മാണ്. നമുക്ക് ഈ ഒരു ഷർട്ടിൻ്റെ പോക്കറ്റിനകത്തൊക്കെ വെക്കാനായിട്ട് ഭയങ്കര അടിപൊളിയായിരിക്കും. പാൻസിൻ്റെ പോക്കറ്റിലൊക്കെ വെക്കാനൊക്കെ കൊണ്ട് നടക്കാനൊക്കെ അടിപൊളിയായിരിക്കും. സാധാരണ കീസ് ഭയങ്കര വെയിറ്റ് ആയിരിക്കും. നമ്മൾ ഷർട്ടിൻ്റെ പോക്കറ്റിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ മുഴച്ച് നിൽക്കും. ഇത് അങ്ങനത്തെ യാതൊരു പ്രശ്നമൊന്നുമില്ല. ഈ മുണ്ടും ഷർട്ടും ഒക്കെ ഇടുന്ന ആളുകൾക്ക് ഇത് ഇങ്ങനെ പോക്കറ്റിനകത്ത് സിമ്പിളായിട്ട് വെച്ച് കൊണ്ട് നടക്കാൻ പറ്റും. ഡോർ പാറ്റിനെ കുറിച്ച് പറയുന്നത് ഫുള്ളി ബ്ലാക്ക് ആണ്. എല്ലാവർക്കും ബ്ലാക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല. പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫുൾ ബ്ലാക്ക് എന്ന് പറയുന്നത്. നല്ല ആ ബ്ലാക്കും ഈ ഒരു റെഡ് തീമും എല്ലാം കൂടെ അടിപൊളിയാണ്. പിന്നെ ഇവിടെയായിട്ട് നമ്മൾ സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കുറച്ച് പിയാനോ ബ്ലാക്ക് ഫിനിഷ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. 4 പവർ വിൻഡോയുടെ കൺട്രോൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡോർസിൽ. അതേപോലെ മിറേഴ്സ് നമുക്ക് ഫോൾഡ് ചെയ്യാനും ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാര്യങ്ങളെല്ലാം അതിൻ്റെ കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട്. നേരത്തെ വേരിയൻറ്റിനകത്ത് ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടില്ലായിരുന്നു. ഇതിലേക്ക് വന്നപ്പോൾ ഫോൾഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷനും വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെയും ഈ ഒരു ഹാൻഡിലിൻ്റെ ഈ ഒരു ഭാഗത്തും ചെറിയൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് കാണാം. പിന്നെ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് ആ ഒരു സ്പീക്കറിൻ്റെ ഒരു ഏരിയ ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാം. അതേപോലെ ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു ബോട്ടിലൊക്കെ വെക്കാനുള്ള സ്പേസും അല്ലാതെ ചെറിയ സ്റ്റോറേജും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളിലേക്ക് കയറി നോക്കാം. ഇൻറ്റീരിയറും ഫുള്ള് ബ്ലാക്ക് ആണ്. അപ്പോൾ ഇൻറ്റീരിയറിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യം നമുക്ക് സ്റ്റിയറിംഗ് വീല് കാണാം. സോഫ്റ്റ് ടച്ച് ആയിട്ട് ഒരു ലെതർ ഫിനിഷൊക്കെ ഉള്ളൊരു മെറ്റീരിയലൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ പിയാനോ ബ്ലാക്ക് ഫിനിഷ് നമുക്ക് കാണാം. പിന്നെ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ സ്റ്റിച്ചിങ്ങിനകത്തും ആ ഒരു ഇൻറ്റീരിയറിനകത്ത് കൊടുത്തിരിക്കുന്ന ആ ഒരു സീറ്റിൻ്റെ ഒക്കെ ആ ഒരു കളർ പാറ്റേണിലുള്ള ആ ചെറിയൊരു കോപ്പർ കളറിലുള്ള ആ ഒരു ഡിസൈൻ ഇതിനകത്തും സ്റ്റിച്ചിങ്ങിനകത്ത് നമുക്ക് കാണാൻ പറ്റും. ലെഫ്റ്റ് സൈഡിലായിട്ട് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ കൺട്രോൾസും റൈറ്റ് സൈഡിലായിട്ട് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൻ്റെ കൺട്രോളും നമുക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ നമുക്ക് നോക്കാം. ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ളൊരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് കിട്ടുന്നത്. ഫുള്ളി ഡിജിറ്റൽ ആണോ എന്ന് ചോദിച്ചാൽ ഫുള്ളി ഡിജിറ്റൽ അല്ല, എന്നാൽ ഫുള്ളി ഡിജിറ്റലാണ്. ആ രീതിയിൽ നമുക്ക് പറയാൻ പറ്റുന്നത് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് കൊടുത്തിരിക്കുന്നത്. വലിയ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം നീറ്റായിട്ട് നല്ല ഗ്രാഫിക്സ് ഒക്കെ ഉണ്ട്. ഒരു സൂര്യൻ ഉദിച്ച് വരുന്ന രീതിയിൽ എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് കൊടുത്തിരിക്കുന്നത്. ആ ഗ്രാഫിക്സ് ഒക്കെ വലിയ കുഴപ്പമൊന്നുമില്ല. എക്കോ മോഡിലൊക്കെ ആണെങ്കിൽ ഈ രീതിയിലാണ് ഗ്രാഫിക്സ് വരിക. അത് നമ്മൾ സ്പോർട്സ് മോഡിലേക്കൊക്കെ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അത് നേരെ കുറച്ചും കൂടെ ഒരു റെഡ് കളറൊക്കെ ആയി കുറച്ചും കൂടെ സ്പോർട്ടി ആയിട്ട് വരും. അപ്പോൾ ആ രീതിയിലാണ് ഡ്രൈവിങ്ങിൻ്റെ മോഡ് കാര്യങ്ങളെല്ലാം നമുക്ക് സെലക്ട് ചെയ്യുന്നത്. അടുത്തതായിട്ട് നമുക്ക് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം നോക്കാം. 8 ഇഞ്ചിൻ്റെ ഒരു വലിയൊരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഈ ഒരു വാഹനത്തിനകത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ എല്ലാം വയർലെസ് ആയിട്ട് തന്നെ ഈ ഒരു വാഹനത്തിനകത്ത് നമുക്ക് അവൈലബിൾ ആണ്. താഴേക്ക് വരികയാണെങ്കിൽ റിയർ AC വെൻറ്റ് ഈ ഒരു പോർഷനിലായിട്ട് AC വെൻറ്റുകൾ ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ താഴേക്ക് വരുമ്പം ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ നമുക്ക് ഈ ഒരു വണ്ടിക്കകത്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൺട്രോൾസ് എല്ലാം നല്ല രസകരമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഫാനിൻ്റെ കൺട്രോൾസ് ഒക്കെ നോക്കുകയാണെങ്കിൽ അതേ തന്നെ ഡിജിറ്റലായിട്ടും കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇവിടെ നമുക്ക് ഡിജിറ്റലായിട്ട് അതെല്ലാം കാണാം. അതേപോലെ തന്നെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിനകത്തും അതേ ടൈമിൽ തന്നെ ഇവിടെ കാണിക്കുന്ന ആ ഒരു ഇൻഫോർമേഷൻസ് നമുക്ക് അതിൽ വീണ്ടും കാണാൻ പറ്റും. അത് രസകരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പേഴ്സണലി എന്നോട് ചോദിക്കുകയാണ് ഈ വണ്ടി കുറച്ചും കൂടെ പ്രാക്ടിക്കലി കുറച്ച് കാര്യങ്ങൾ കൊണ്ട് നമുക്ക് യൂസ്ഫുൾ ആണ്, അല്ലെ കുറച്ചും കൂടി എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ഒന്നാമത്തെ കാര്യം, ഇതിനകത്ത് വയർലെസ് ചാർജർ നമുക്ക് കിട്ടുന്നുണ്ട്. അത് ഇവിടെയായിട്ട് വയർലെസ് ചാർജറിൻ്റെ ആ ഒരു സ്പേസ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ നോർമലി നമുക്ക് വാഹനങ്ങളിൽ വയർലെസ് ചാർജർ കിട്ടുമ്പോൾ ആ ഒരു ഫോൺ അവിടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്പേസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ഇതിനകത്ത് നമുക്ക് ഇവിടെയായിട്ട് വീണ്ടും ഒരു സ്പേസ്, ഒരു ഫോണും കൂടെ വയ്ക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ പാസഞ്ചറിന് ഒരു ഫോൺ കൂടെ വയ്ക്കാനുള്ള സ്പേസ് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ട് കിട്ടുന്നുണ്ട്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്. പിന്നെ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ചിൻ്റെ ആ ഒരു ബട്ടണെല്ലാം ഈ ഒരു ഭാഗത്തായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഗിയർ ലെവർ നമ്മളിപ്പോൾ ഇരിക്കുന്നത് AMT വേരിയൻ്റ് ആണ്. അതിൻ്റെ ഗിയർ ലെവർ ഈ ഒരു രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഈ ഒരു പോർഷനിലായിട്ട്
ആ ഒരു എക്കോ മോഡ്, നോർമൽ മോഡൊക്കെ സെലക്ട് ചെയ്യാനുള്ളൊരു ബട്ടൺ ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിരിക്കുന്നത്. അതും റോട്ടറി സ്വിച്ചസ് ആയിട്ട് നമുക്കിങ്ങനെ തിരിക്കാൻ പറ്റുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ എടുത്തു പറയുന്ന മറ്റൊരു കാര്യമാണ് ഈ ഒരു സെൻട്രൽ കൺസോൾ നല്ല അടിപൊളിയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. കാരണം നമ്മൾ കുറച്ച് വലിയ വാഹനങ്ങൾ അല്ലെങ്കിൽ ലക്ഷറി വാഹനങ്ങളിൽ കാണുന്ന രീതിയിൽ വലിയൊരു സെൻട്രൽ കൺസോളാണ്. അത് 2 ക്യാബിനായിട്ട് നമുക്ക് അത് ഡിവൈഡ് ചെയ്യുന്ന രീതിയിൽ നല്ല ഭംഗിയായിട്ട് തന്നെ 2 പേര് സെപ്പറേറ്റ് ആയിട്ടിരിക്കുന്ന ആ ഒരു ഫീലൊക്കെ കിട്ടും. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് ഈ ഒരു സംഭവം. കണ്ടോ, നമ്മുടെ വീട്ടിലെ പഴയ അമ്മൂമ്മമാരുടെയൊക്കെ മുറുക്കാൻ ചെല്ലം എന്നൊക്കെ പറയില്ലേ, ആ ഒരു രീതിയിലുള്ള ആ ഒരു സംഭവമൊക്കെ എനിക്കിത് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ നോർമലി വണ്ടിക്കകത്ത് കുറേ സാധനങ്ങൾ, കോയിൻസ് അല്ലെങ്കിൽ കുറേ കാർഡ്, ബിസിനസ് കാർഡ്, അങ്ങനെ സാധനങ്ങളൊക്കെ ഇങ്ങനെ വണ്ടിക്കകത്ത് കപ്പ് ഹോൾഡേഴ്സിനകത്ത് കാണും. അതൊക്കെ ഇവിടെ ഇങ്ങനെ ഇടുമ്പോൾ ആക്ച്വലി ഭയങ്കര വൃത്തികേടായിരിക്കും വണ്ടിക്ക് അകത്തേക്ക് കയറുമ്പോൾ. ഇവിടെ ആ ഒരു ഇഷ്യൂ ഉണ്ടായാലും നമുക്ക് ക്ലോസ് ചെയ്ത് വെക്കാം, അപ്പോൾ വണ്ടി നല്ല നീറ്റായിട്ടിരിക്കും. അതേപോലെ ഇതിൻ്റെ ഈ ഒരു ഹാൻഡ് റെസ്റ്റിൻ്റെ അടിയിലും അത്യാവശ്യം നല്ലൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇത് രണ്ടും കൂടെ ഒറ്റ സ്റ്റോറേജ് സ്പേസ് ആണ്, വലിയൊരു സ്റ്റോറേജ് സ്പേസ് നമുക്കതുകൊണ്ട് കിട്ടുന്നുണ്ട്. അപ്പം ഇതെല്ലാം നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു പോർഷൻ മൊത്തം ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിനകത്ത്, അതെല്ലാം നല്ല അടിപൊളിയായിട്ടാണ്. ഇൻറ്റീരിയർ പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇങ്ങനെ 1-2 കാര്യങ്ങൾ നമുക്ക് ഭയങ്കര പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ അതേപോലെ വേറൊരു കാര്യമുണ്ട് പ്രാക്ടിക്കലി പറയാൻ. ഇവിടെയായിട്ട് ഒരു ഗ്ലൗ ബോക്സ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് താഴെ ഇവിടെയും ഒരു ഗ്ലൗ ബോക്സ് കാണാം. അത്യാവശ്യം നല്ല രീതിയിൽ സാധനങ്ങൾ സ്റ്റോർ ചെയ്യാനുള്ളൊരു സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 10 ലിറ്ററോളം സ്റ്റോറേജ് സ്പേസ് ആണ് ഈ 2 സ്പേസും കൂടെ ടോട്ടലി നമുക്ക് കിട്ടുന്നത്. ഈ ഒരു കോപ്പർ കളറിൽ ഇതിൻ്റെ സ്റ്റിച്ചിങ് ഒക്കെ ആണെങ്കിലും അത്യാവശ്യം പ്രോമൻ്റ് ആയിട്ട് എടുത്ത് നിൽക്കുന്ന രീതിയിൽ സ്റ്റിച്ചിങ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ കംഫർട്ട്, സീറ്റിൻ്റെ കംഫർട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തൈ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. സീറ്റുകൾ അത്യാവശ്യം നല്ലൊരു ഫാബ്രിക്സ് ഒക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കുഴപ്പമില്ല, അത്യാവശ്യം നീറ്റായിട്ട് തന്നെ നമുക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ട്. ഹെഡ് റെസ്റ്റ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതേപോലെ മിറേഴ്സ് ഓട്ടോമാറ്റിക്കലി ഡേ നൈറ്റ് അഡ്ജസ്റ്റ് ആവുന്ന മിറേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ട് LED ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. 2 ലൈറ്റല്ല, 1 ലൈറ്റ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പിന്നെ സൺഷെയ്ഡിൻ്റെ ഭാഗത്ത് അവിടെ മിറർ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. കോ ഡ്രൈവറിൻ്റെ ഭാഗത്ത് മിറർ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം ക്വാളിറ്റി വലിയ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള ആ ഒരു സൺഷെയ്ഡൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ബാക്കിൽ ഇവിടെ ഒരു ലൈറ്റ് കാര്യങ്ങളെല്ലാം നൽകിയിട്ടുണ്ട്. ഓക്കെ, അത്യാവശ്യം ഇൻറ്റീരിയർ നല്ല നീറ്റായിട്ടുള്ളൊരു ഇൻറ്റീരിയറാണ്. അത്യാവശ്യം സ്പേഷ്യസ് ആണ്. നമുക്ക് ഇരിക്കുമ്പം ആ ബോണറ്റൊക്കെ നല്ലതായിട്ട് കാണാൻ പറ്റും. ആ ഒരു ബോണറ്റിൻ്റെ ക്യാരക്ടർ ലൈൻസും കാര്യമൊക്കെ നമുക്ക് ഇവിടുന്ന് തന്നെ നന്നായിട്ട് കാണാം. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ബേസ് മോഡലിനകത്ത് 2 എയർ ബാഗ്സ് ആണ് വരുന്നത്. എന്നാൽ അതിൻ്റെ മുകളിലേക്കുള്ള എല്ലാ മോഡൽസിനകത്തും 4 എയർ ബാഗ്സ് വെച്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ സേഫ്റ്റിയുടെ കാര്യത്തിനകത്താണെങ്കിലും 4 സ്റ്റാർ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ഒരു വാഹനമാണ് കൈഗർ എന്ന് പറയുന്നത്. ഇത് നമുക്ക് ബാക്ക് സൈഡിൽ ഇരുന്നിട്ട് എങ്ങനെയുണ്ട് കംഫർട്ട് എന്ന് നോക്കാം. ബാക്കിലെ സീറ്റുകളെ കുറിച്ച് പറയാം. സീറ്റുകളും വലിയ കുഴപ്പമൊന്നുമില്ല. ബാക്കിൽ മൊത്തത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം സീറ്റുകളുടെ ഈ പാറ്റേണൊക്കെ ഫ്രണ്ടിൽ നമ്മൾ കണ്ടിരിക്കുന്ന ആ ഒരു സെയിം കോപ്പർ കളർ, ആ ഒരു സ്റ്റിച്ചിങ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ സീറ്റുകളിൽ നമുക്ക് സിമ്പിളായിട്ട് 3 പേർക്ക് ഇരിക്കാൻ പറ്റും. ആ ഒരു കാര്യത്തിൽ എനിക്ക് ഉറപ്പാണ്. കാരണം ഈ ഒരു പ്ലാറ്റ്ഫോം, ഈ ഒരു പോർഷനൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ സെൻട്രൽ ടണലോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് മൂന്നാമതിരിക്കുന്ന അല്ലെങ്കിൽ സെൻട്രലിരിക്കുന്ന ആ ഒരാൾക്കും കാലോ കാര്യങ്ങളോ ഒക്കെ വെക്കാനായിട്ട് ബുദ്ധിമുട്ടോ കാര്യമൊന്നുമില്ല. അതേപോലെ തന്നെ എൻ്റെ കംഫർട്ടിനാണ് ഞാൻ ഫ്രണ്ടിലെ സീറ്റുകൾ ഇട്ടിരിക്കുന്നത്. അപ്പം ഓൾമോസ്റ്റ് ബാക്കിലേക്ക് ഇറക്കി ഇട്ടിരിക്കുന്നു. ഒരു ചെറിയൊരു എമൗണ്ടും കൂടെ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് മാക്സിമം ബാക്കിലെത്തും. എങ്കിൽ പോലും എനിക്ക് ഇത്രയും സ്പേസ് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. അതേപോലെ കാലുകൾ നമുക്കിങ്ങനെ അകത്തേക്ക് കയറ്റി വെച്ചിരിക്കാനും പറ്റും. തൈ സപ്പോർട്ട് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഓൾമോസ്റ്റ് ഈ ഒരു കാര്യമെല്ലാം പേഴ്സണലി ഇഷ്ടപ്പെട്ടു. നല്ല കംഫർട്ടബിൾ ആയിട്ടിരിക്കാൻ പറ്റുന്നുണ്ട്. ഹാൻഡ് റെസ്റ്റ് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. ഇവിടെ ഒരു ചെറിയ മൊബൈൽ വെക്കാനുള്ള സ്പേസും ചെറിയ 2 കപ്പ് ഹോൾഡേഴ്സും കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ ഈ ഒരു സീറ്റുകൾ അത്യാവശ്യം കംഫർട്ടബിൾ ആണ്. നമുക്ക് ഹെഡ് റെസ്റ്റ് കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട്. അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ആണ്. ഇവിടെയായിട്ട് ലൈറ്റ്സ് വരുന്നുണ്ട്. ഇവിടെ ഒരു ഗ്രിപ്പ്, നമുക്ക് ഇങ്ങനെ കൈ പിടിക്കാനുള്ള ഗ്രിപ്പ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെ കൈ വെക്കുന്ന പൊസിഷനൊക്കെ ആണെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. പിയാനോ ബ്ലാക്ക് ഫിനിഷിങ്ങിൻ്റെ ഡോറിൻ്റെ ഈ ഒരു പോർഷനിലായിട്ട് നമുക്ക് കാണാം. ഇവിടെ ചെറിയൊരു ട്വീറ്റർ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനുള്ള സ്പേസ് ഇവിടെ ആയിട്ട് കാണാം ഡോറിൽ. പിന്നെ സ്പീക്കറിൻ്റെ ആ ഒരു സ്പേസും കൊടുത്തിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസ് നമുക്ക് ഡോറിൽ കാണാം. പിന്നെ റിയർ AC വെൻറ്റുകൾ വരുന്നുണ്ട്. അതേപോലെ താഴെയായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 12 വോൾട്ടിൻ്റെ ചാർജിങ് സോക്കറ്റ് നമുക്ക് കാണാം. അങ്ങനെ ഓൾമോസ്റ്റ് നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ ബാക്ക് സൈഡിലെ സീറ്റിനകത്തുകൊണ്ട് അത്യാവശ്യം കംഫർട്ടബിൾ ആണ്. ഇനി നമുക്ക് ആ ഒരു ബൂട്ട് സ്പേസും കൂടെ ഒന്ന് നോക്കാം. അത് നമ്മൾ നോക്കാനായിട്ട് വിട്ടുപോയി. 405 ലിറ്ററിൻ്റെ ഒരു ബൂട്ട് സ്പേസ് ആണ്. അത്യാവശ്യം ഈ ഒരു സെഗ്മെൻറ്റിനകത്ത് അത്യാവശ്യം നല്ലൊരു ബൂട്ട് സ്പേസ് ഉള്ളൊരു വാഹനം തന്നെയാണ് കൈഗർ. ഒരു സീറ്റുകൾ 60-40 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് പറ്റും. കുറച്ച് താഴ്ന്നിട്ടാണ് ഈ ഒരു സാധനങ്ങളൊക്കെ നമ്മൾ വെക്കാനായിട്ട് എടുക്കാനും അത് ചെറിയൊരു ബുദ്ധിമുട്ട് വരാനുള്ള സാധ്യതയുണ്ട്. സ്പെയർ വീൽസ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. സ്പെയർ വീൽസിൻ്റെ സൈസ് എത്രയാണെന്ന് നോക്കട്ടെ. 14 ഇഞ്ചാണ് സ്പെയർ വീൽസ് കൊടുത്തിരിക്കുന്നത്. എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് എപ്പോഴും ആവശ്യമില്ലല്ലോ. ഇടയ്ക്ക് കുറച്ചൊന്ന് ഓടി അപ്പം തന്നെ പോയി ടയർ പഞ്ചറായി കഴിഞ്ഞാൽ മാറ്റിക്കോണം. അതിന് വേണ്ടിയാണ് അത് കൊടുത്തിരിക്കുന്നത്.
പിന്നെ ഇവിടെയായിട്ട് 2 സൈഡിലും ഹുക്ക് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്, പാർസൽ ട്രേ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ബൂട്ട് സ്പേസിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. എഞ്ചിൻ ഓപ്ഷൻസും കൂടെ ഒന്ന് പറയാം. 1 ലിറ്റർ ടർബോയും 1 ലിറ്റർ നോൺ ടർബോ ആയിട്ടുള്ളൊരു എഞ്ചിനാണ് നമുക്ക് ഈ ഒരു വാഹനത്തിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. അതേപോലെ 3 ഗിയർ ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. നോൺ ടർബോയ്ക്കകത്ത് മാനുവലും ഒരു AMT അവൈലബിൾ ആണ്. ടർബോ വേരിയൻറ്റിലേക്ക് വരുമ്പോൾ മാനുവലും ഒരു CVT ഗിയർ ബോക്സുമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ പവർ ഫിഗേഴ്സും കൂടെ പറയാം. 72 PS പവറും 96 Nm ടോർക്കുമാണ് നോൺ ടർബോ വേരിയൻറ്റിനകത്ത് നമുക്ക് കിട്ടുന്ന പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ എന്ന് പറയുന്നത്. എന്നാൽ ടർബോ വേരിയൻറ്റിലേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് ഏകദേശം 100 PS പവറും 152 Nm ടോർക്കും ആയിരിക്കും ഏത് കൈഗർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറയാനായിട്ട് വിട്ടുപോയ ഒരു കാര്യമാണ്, AMT ഗിയർ ബോക്സ് വരുന്ന ആ ഒരു മോഡലിനകത്ത് നമുക്ക് ക്രൂയിസ് കൺട്രോൾ അവൈലബിൾ ആയിരിക്കില്ല. ക്രൂയിസ് കൺട്രോൾ നമുക്ക് കിട്ടുന്നത് മാനുവൽ ഗിയർ ബോക്സും CVT ഗിയർ ബോക്സിൻ്റെ കൂടെ ആയിരിക്കും. പ്രൈസ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 5,99,000 രൂപയാണ് സ്റ്റാർട്ട് ചെയ്യുന്ന പ്രൈസ്. എക്സ്ഷോറൂം പ്രൈസാണ്. ഓൺ റോഡ് പ്രൈസ് 7,30,000 രൂപയായിരിക്കും. അത് ഏറ്റവും ബേസ് മോഡലിൻ്റെ പ്രൈസാണ് വരുന്നത്. അത് നമുക്ക് ഏറ്റവും ടോപ്പ് എൻഡിലേക്ക് വരുമ്പം ഏകദേശം 13 ലക്ഷം രൂപയോളം പ്രൈസ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കുക. ലോണ്, EMI അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം, ഡൗൺ പേയ്മെൻറ്റ് അങ്ങനെയുള്ളതെല്ലാം അറിയാനായിട്ട് ഈ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾ വിളിച്ചാൽ മതി. നിങ്ങൾക്ക് ഏതെങ്കിലും വാഹനങ്ങളുടെ ബേസ് മോഡൽ അല്ലെങ്കിൽ ഏതെങ്കിലും വേരിയൻറ്റ് വൈസ് ഫീച്ചേഴ്സ് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി നമ്മുടെ വീഡിയോസിൻ്റെ താഴെ. നമ്മൾ അടുത്ത വീഡിയോയിൽ മാക്സിമം ഉൾക്കൊള്ളിക്കാനായിട്ട് ശ്രമിക്കുന്നതായിട്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.